നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ്, ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ മാർക്കറ്റ് അനാലിസിസ് കേൾക്കും സ്വാഗതം. നമുക്ക് എന്തായാലും ക്രിപ്റ്റോയുടെ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. ഓൾറെഡി നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇന്ന് ഒരു വലിയ ഇതിപ്പോൾ നമ്മൾ ഫോർവേഡ് ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല. ഓൾറെഡി നിങ്ങൾ കാണാൻ സാധിക്കും ഇത് മാർക്കറ്റിന്റെ ഒരു പഴയ ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു. ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഒരു റെസ്പെക്ട് ചെയ്തതാണ്. ശേഷം ആ ഒരു ഡിമാൻഡ് സോണിൽ തന്നെ മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ രീതിയിൽ മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അഗ്രസീവ് മൂവ്മെൻറ്റം എപ്പോഴും തരുന്നതാണ്. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും 4 ഹവറിൽ കൃത്യമായ റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഏറ്റവും മിനിമം ഒരു 1800 പോയിന്റ് താഴത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മിനിമം ഒരു 1800 പോയിന്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ 1 അവർ ഡിമാൻഡും ബ്രേക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾറെഡി ബാക്കി എല്ലാ ടൈം ഫ്രെയിമിലും ബെയറിഷ് വ്യൂ തന്നെയാണ് മാർക്കറ്റ്. അതുകൊണ്ട് ഇവിടത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു 1 അവർ ഡിമാൻഡിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം എക്സാക്റ്റ് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ്സുകൾ ഓൾറെഡി നമ്മൾ താഴത്തേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നിലവിലെ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഈ പറയുന്ന 60,000 റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ട്രേഡ്സ് ഓൾറെഡി ഈ റേഞ്ചിന് നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു 60,200 റേഞ്ചിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പുൾ ബാക്ക് എവിടം വരെയാണോ കിട്ടുന്നത്, നമ്മൾ പുൾ ബാക്ക് ട്രേഡ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈയിങ് ട്രേഡുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു പുൾ ബാക്ക് എവിടം വരെ നമ്മുടെ ഒരു സപ്ലൈ സോൺ, ഈ മാർക്കറ്റിലൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സൈഡ് സപ്ലൈ സോൺ കിട്ടുന്നതാണ്. ഇതിലെവിടെയാണോ സപ്ലൈ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ലിക്വിഡിറ്റീസ് ഫോം ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് അവിടുന്ന് ഒരു താഴത്തേക്കോ ട്രേഡ്സ്, ഈ ഒരു 2 ട്രേഡ്സാണ് നിലവിൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഇത് ട്രേഡ്സുകളൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ട്രേഡ്സുകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സ്റ്റിൽ നമ്മൾ ഇന്ന് വെറുതെ ഇരിക്കുകയായിരുന്നു. ഓൾറെഡി സൊലാനയിലുള്ള ട്രേഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ട്രേഡ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ എടുക്കുന്ന ട്രേഡ്സുകളോടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ നല്ല പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിൽ എക്സാക്റ്റ് നമുക്ക് ട്രേഡ്സ് കിട്ടുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നതാണ്. ആ ട്രേഡ്സുകളിൽ നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആ ട്രേഡ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ഇവിടെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പുൾ ബാക്കിലെ ട്രേഡ്സ് മീൻസ് ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് വരും എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ 4 അവർ ചാർട്ടാണ് ഓൾറെഡി ഇട്ടിരിക്കുന്നത്. മേ ബി 3-4 ദിവസം മേ ബി എടുത്തിരിക്കാം. എന്നിരുന്നാൽ നമ്മൾ ഒരു ട്രേഡ്സ് എടുത്താൽ അതിൻ്റെ ടാർഗറ്റ് ഓൾറെഡി ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. സ്റ്റിൽ നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ പറഞ്ഞ വ്യൂ കറക്റ്റ് ആണോ അതല്ല നമുക്ക് SL അടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ഓൾ.